അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുന്നി യുവജന ഫെഡറേഷൻ പ്രസിദ്ധീകരണ പ്രചാരണ വിഭാഗമായ മിങ്കിൾ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മാസത്തിലേറെയായി നടന്നുവരുന്ന ഒരു പ്രോഗ്രാമാണ് ബുക്ക് റിവ്യൂ എന്നത്. 20-ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട നിസ്തുല പണ്ഡിത പ്രതിഭാശാലിയായിരുന്നു വണ്ടൂരിലെ താജുൽ ഉലമ ഷെയ്ഖുന അവർകൾ. 20-ാം നൂറ്റാണ്ട് മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലവും നിർണായകവുമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ് വഹാബിസത്തിൻ്റെ വിഷലിപ്തമായ ആശയങ്ങൾ, പുത്തൻ ചിന്തകൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടത്. ഈ സന്ദർഭത്തിൽ സംഘടിത രൂപത്തിൽ പുത്തൻവാദികൾ രംഗപ്രവേശം ചെയ്തപ്പോൾ നിസ്വാർത്ഥരും നിഷ്കളങ്കരും നിഷ്കപടരുമായിരുന്ന നമ്മുടെ ഉലമാക്കൾ സംഘടിതമായി കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരികയുണ്ടായി. ഈ സന്ദർഭത്തിൽ അതിൻ്റെ മുൻനിരയിൽ നിന്ന മഹാനായിരുന്നു താജുൽ ഉലമ ഷെയ്ഖുന അവർകൾ. സത്യത്തിൻ്റെ സരണി കൃത്യമായി കേരള മുസ്ലിമീങ്ങൾക്ക് വിവരിച്ചു നൽകാൻ മഹാനായ താജുൽ ഉലമ ഷെയ്ഖുന അവർകൾ മരണം വരെ അവിശ്രമം അധ്വാനിക്കുകയുണ്ടായി. 1906 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ ജനിച്ച മഹാനായ താജുൽ ഉലമ ഷെയ്ഖുന അവർകളുടെ യുവത്വ കാലത്ത് ആണ് ഈ പുത്തൻ ചിന്തകളുടെ രംഗപ്രവേശനമുണ്ടായത്. അതിനെ ശരിയായ വിധത്തിൽ പ്രതിരോധിക്കുന്നതിലും സത്യത്തിൻ്റെ സരണി കേരള മുസ്ലിമീങ്ങൾക്ക് ശരിയായ രീതിയിൽ വിവരിച്ചു കൊടുക്കുന്നതിലും മരണം വരെ മഹാനായ താജുൽ ഉലമ ഷെയ്ഖുന അവർകൾ നിലകൊണ്ടു. ആ ഷെയ്ഖുന അവർകളുടെ കുറിച്ച് വിരചിതമായ ജീവചരിത്ര ഗ്രന്ഥമാണ് ഇന്ന് ഈ ബുക്ക് റിവ്യൂവിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മഹാനായ താജുൽ ഉലമ ഷെയ്ഖുന അവർകളുടെ ഇഷ്ടശിഷ്യരും ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ പിൻഗാമിയായി ഇന്നും കേരള മുസ്ലിമീങ്ങളുടെ അത്താണിയായി നിലകൊള്ളുന്ന മഹാനായ ഹുജ്ജത്തുൽ ഉലമ മൗലാന അവർകളാണ് ഈ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാനായ താജുൽ ഉലമയെ കൃത്യമായി വരച്ചു കാണിക്കാൻ ഹുജ്ജത്തുൽ ഉലമ മൗലാനയെപ്പോലെ മറ്റൊരാളില്ല എന്നത് തന്നെയാണ് വസ്തുത. മഹാനായ താജുൽ ഉലമ ഷെയ്ഖുന അവർകളുടെ ഈ ജീവചരിത്രം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇസ്ലാമിക ചരിത്രവും കൂടിയാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പുസ്തകം ഒരാവർത്തി വായിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നതുമാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ ഈ ജീവചരിത്ര ഗ്രന്ഥം ഇതിൻ്റെ 2-ാം എഡിഷനാണ്. ഷെയ്ഖുനായുടെ 40-ാം ഉറൂസിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ ജീവചരിത്ര ഗ്രന്ഥം 2-ാം എഡിഷൻ പുറത്തിറങ്ങിയത്. ഇതിൻ്റെ 1-ാം എഡിഷൻ 2029 ആഗസ്റ്റ് മാസം 25-ാമത്തെ ഉറൂസിൽ പുറത്തിറങ്ങിയിരുന്നു. അതിനു മുമ്പ് ഷെയ്ഖുന അവർകൾ വഫാത്തായ 1985 തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഷെയ്ഖുന സ്മരണിക എന്ന പേരിൽ അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതന്മാരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളുമെല്ലാം ഷെയ്ഖുനായെക്കുറിച്ച് വിവരിക്കുന്ന ഷെയ്ഖുന സ്മരണിക എന്ന ഒരു ഗ്രന്ഥം പുറത്തിറങ്ങിയിരുന്നു. 182 പേജുള്ള ഈ ഗ്രന്ഥം 17 അധ്യായങ്ങളിലായി കൊണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താജുൽ ഉലമ എന്നത് എന്തുകൊണ്ടാണ് ഷെയ്ഖുന അവർകളെ കുറിച്ച് വിവരിക്കുന്നത് എന്നതാണ് ഇതിലെ ആദ്യ അധ്യായം. അതിനുശേഷം ഉലമാക്കൾ വാഴ്ത്തിയ ബഹുമുഖ പ്രതിഭ, കുടുംബവും ജനനവും, പഠനം, വളർച്ച,
ദർസും ശിഷ്യന്മാരും, അനുപമം ഈ വ്യക്തിത്വം, അത്ഭുതം, ജീവിതവും സ്വഭാവവും, പ്രബോധന പ്രവർത്തനങ്ങൾ, നിസ്തുല മുഫ്തി, നീതിമാനായ ഖാദി, സമസ്തയും സംസ്ഥാനയും, നവോത്ഥാന നായകൻ, ഷെയ്ഖുനായുടെ രാഷ്ട്രീയം, ഇബാദത്തും ത്വരീഖത്തും, കറാമത്തുകൾ, വിവാഹം, കുടുംബം, അവസാനം ഹജ്ജ്, രോഗം, വഫാത്ത് എന്നിങ്ങനെ 17 അധ്യായങ്ങളിലാണ് ഈ ജീവചരിത്ര ഗ്രന്ഥമുള്ളത്. ഇതിൻ്റെ 1-ാം എഡിഷൻ വായിച്ചവരും നിർബന്ധമായും ഈ 2-ാമത്തത് എഡിഷനും കൂടെ വായിക്കേണ്ടതാണ്. കാരണം അതിലില്ലാത്ത വളരെ പ്രധാനപ്പെട്ട 2-3 അധ്യായങ്ങൾ പ്രധാനപ്പെട്ടവ തന്നെ ഈ 2-ാം എഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സംഘടനാ ബന്ധുക്കളും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരും ഈ ഗ്രന്ഥം വാങ്ങുകയും ഇതിൻ്റെ 2-ാം എഡിഷൻ വായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമ ഷെയ്ഖുനായോടൊപ്പം നമ്മെ എല്ലാവരെയും അവൻ്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഷെയ്ഖുനായുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.